ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റേഷൻ കാർഡിലെ അഡീഷൻ ഓഫ് മെമ്പർ, അതായത് പുതുതായിട്ടുള്ള ആളുകളെ ചേർക്കാവുന്ന മെനു എങ്ങനെ ഉപയോഗിക്കാം, അതിൽ എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. റേഷൻ കാർഡ് സർവീസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ഐഡി ഉണ്ടാക്കി അതുവഴി ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഐഡി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ യൂസറിന്റെ ഡാഷ്ബോർഡിലോട്ട് ഇവിടെ വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സർവീസസ് എന്നുള്ള മെനു ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. റേഷൻ കാർഡിന്റെ എല്ലാ സർവീസുകൾക്കും തന്നെ ഒരേ സ്വഭാവമാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക. അതിന്റെ മെനുകൾ മാറും, അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ മാറും, ഓപ്ഷനുകൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അതായത് ഡ്രാഫ്റ്റിലോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. ഡോക്യുമെന്റ് അപ്ലോഡ്, ഫൈനൽ സബ്മിറ്റ് എന്നീ രീതികൾ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ആളെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ നമുക്കൊരു കാർഡിലോട്ട് ചേർക്കണമെങ്കിൽ അഡീഷൻ ഓഫ് മെമ്പർ എന്നുള്ള മെനു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് അഡീഷൻ ഓഫ് മെമ്പർ എന്നുള്ള മെനു ഉപയോഗിച്ചിട്ട് നമുക്ക് ആളെ ഒരു കാർഡിലോട്ട് ചേർക്കാം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള ചോദ്യമായിരിക്കും, ഒരേ സമയം തന്നെ എത്ര പേരെ നമുക്ക് ചേർക്കാൻ പറ്റും? അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് ആധാർ കാർഡുള്ള ഏത് വ്യക്തികളെയും, ആധാർ കാർഡുള്ളവരെ മാത്രമാണ് റേഷൻ കാർഡിൽ ചേർക്കാനായിട്ട് പറ്റുക. ആധാർ കാർഡുള്ള ഏത് വ്യക്തികളെയും നമുക്ക് റേഷൻ കാർഡിലോട്ട് ചേർക്കാനായിട്ട് സാധിക്കും. അത് ഒരു സമയത്ത് തന്നെ 1, 2, 3 വ്യക്തികളെ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെയുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമുക്ക് 3 തരത്തിലാണ് ഇതിലേക്ക് ആളുകളെ ചേർക്കാനായിട്ട് സാധിക്കും. അത് ഇവിടെ സോഴ്സ് ഓഫ് അഡീഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 തരത്തിലാണ് നമുക്ക് ഇതിലേക്ക് ആളുകളെ ചേർക്കാനായിട്ട് സാധിക്കും. ഒന്ന് ആധാർ നമ്പർ ഉപയോഗിച്ച്, അതായത് നിലവിൽ ഒരു കാർഡിലും പേരില്ലാത്ത വ്യക്തികളാണെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ചേർക്കാം. 2, സമ്മതപത്രം. സമ്മതപത്രം എന്നുള്ളത് നിലവില് റേഷൻ കാർഡിൽ പേരുണ്ട്, പക്ഷെ ആ പേരുള്ളതും പുതുതായിട്ട് ചേരേണ്ട റേഷൻ കാർഡും ഒരേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയുടെ ഉള്ളിലാണെങ്കിൽ, ഒരു പരിധിയിലാണെങ്കിൽ അയാളെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സമ്മതപത്രം എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കും. അവിടെ മറ്റൊരു ഫോർമാറ്റ് നമ്മൾ ഉപയോഗിക്കരുത്. സമ്മതപത്രം എന്നുള്ള ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്റർ ബാർകോഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിലവിലെ റേഷൻ കാർഡ്, ഏത് റേഷൻ കാർഡിലാണോ പേരുള്ളത് ആ റേഷൻ കാർഡിന്റെ പുറകു വശത്ത് ഒരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് മെമ്പർ എന്നുള്ള ഭാഗത്ത് ആ റേഷൻ കാർഡിലെ ഉടമ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കാണിക്കും. സോ അങ്ങനെ കാണിക്കുന്നതിൽ നിന്നും നമുക്ക് ഇതിലേക്ക് വരേണ്ട വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ കാർഡിൽ നിന്നും കോപ്പി ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ റിലേഷൻ ആണ് മാറ്റേണ്ടി വരിക. അതുപോലെ തന്നെ മാസ വരുമാനം കൂട്ടാൻ സാധിക്കും, കുറക്കാൻ സാധിക്കില്ല. തൊഴിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അതായത് മറ്റൊരു താലൂക്കിലെ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തി, ഓക്കെ, ഒരു റേഷൻ കാർഡിൽ നിലവിൽ പേരുണ്ട്, പക്ഷെ ഉള്ളത് നമ്മൾ പുതുതായിട്ട് ചേരാൻ പോകുന്ന റേഷൻ കാർഡിന്റെ വെളിയിലുള്ള മറ്റൊരു താലൂക്കിലാണ് എങ്കിൽ ആ താലൂക്കിൽ നിന്നും ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു വ്യക്തി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം. അങ്ങനെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് ആ ഒരു അപേക്ഷ അപ്രൂവ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ പുതുതായിട്ട് മറ്റൊരു കാർഡിലോട്ട് ചേർക്കാനായിട്ട് സാധിക്കുക. സോ അങ്ങനെ ചേർക്കുന്ന സമയങ്ങളിൽ നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നുള്ള മെനു ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട് പറയും. ഇവിടെ അതിനുശേഷം ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ എത്ര പേരുണ്ടോ അവരുടെ പേര് ഇവിടെ കാണിക്കും. ഒരാളാണെങ്കിൽ ഒരാളുടെ പേരുണ്ടാവും. ഇനി എല്ലാം ഒരേ സമയം തന്നെ 2-3 പേര് ഒരുമിച്ച് ട്രാൻസ്ഫർ ആക്കിയതാണെങ്കിൽ അവരുടെ പേരെല്ലാം തന്നെ കാണിക്കും. സോ ആ അംഗത്തിന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഫിൽ ആവുന്നതാണ്. ഇവിടെ നമ്മൾ റിലേഷൻ മാറ്റി കൊടുക്കണം. കാരണം പുതിയ റേഷൻ കാർഡിന്റെ ഉടമയുമായിട്ടുള്ള റിലേഷൻ എന്താണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്രൊഫഷൻ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. മാസ വരുമാനം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഇതിലേക്കുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് സമ്മതപത്രം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, 3 തരത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ആധാർ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ള കോളം നമ്മൾ എംപ്റ്റി ആയിട്ട് വിടുക, നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് മാസ വരുമാനം കൊടുക്കുമ്പോഴാണ്. കുട്ടികളുടെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ എംപ്റ്റി ആയിട്ട് വിടാനായിട്ട് പറ്റില്ല. സോ കുട്ടികളുടെ കേസ് കൊടുക്കുന്ന സമയത്ത് 0 എന്നുള്ള മാസ വരുമാനം രേഖപ്പെടുത്തുക. മുതിർന്നവരുടെ ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുരുഷന്മാരെ ചേർക്കുന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. സ്ത്രീകളാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് മിക്ക സ്ഥലങ്ങളിലും ചോദിക്കാറില്ല. അപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പുതുതായിട്ട് ചേരുന്ന ആളുടെ ആധാർ കാർഡ്, ഈ 2 കാര്യങ്ങളാണ് മാൻഡേറ്ററി ഡോക്യുമെന്റ് എന്നുള്ളത്. മൂന്നാമത്തത് അതിനുശേഷം നമ്മൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷമുള്ള സൈനഡ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ 3 ഡോക്യുമെന്റുകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ആവശ്യമുള്ള ആളുകളെയൊക്കെ പേര് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം, ആധാർ നമ്പർ ആണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും എല്ലാം തന്നെ. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ അപേക്ഷ ഡ്രാഫ്റ്റിലോട്ട് പോകും. അതിനുശേഷം വലതുഭാഗത്ത് നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മെമ്പറുടെ പേര് ഇവിടെ കാണിക്കും. ദെൻ ചൂസ് സർട്ടിഫിക്കറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ആധാർ കാർഡ് ഇതിലേക്ക് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് അടുത്ത ഇപ്പം ട്രാൻസ്ഫർ വഴിയാണെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നിലധികം ആളുകളെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ
സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു ആൾ ഇവിടെ സേവ് ആവും. വീണ്ടും നമുക്ക് ആഡ് മെമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് മെമ്പർ ഉപയോഗിച്ചിട്ട് അടുത്ത ആളെ ഇതിലേക്ക് അതേ സമയം തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒന്നിലധികം ആളുകളുടെ പേര് കാണിക്കും. അവരുടെ പേര് സെലക്ട് ചെയ്ത് അവരുടെ ഡോക്യുമെന്റ് ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രിന്റ് നമുക്ക് ലഭിക്കും. ആ പ്രിന്റ് എടുക്കുക, കസ്റ്റമറെ കൊണ്ട് സിഗ്നേച്ചർ വാങ്ങിക്കുക, സ്കാൻ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ലഭിക്കുന്നതാണ്. വേറെ എക്സ്ട്രാ ഫീയോ കാര്യങ്ങളോ ഇതിനകത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.